പാർട്ടി തീരുമാനമേറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കുമെന്ന് തോമസ് ചാഴിക്കാടൻ. മുന്നണി മാറ്റം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും കേരള കോൺഗ്രസിനൊപ്പം ജനങ്ങൾ നിന്നിട്ടുണ്ടെന്നും ഒരു ആശങ്കയുമില്ലെന്നും തോമസ് ചാഴിക്കാടൻ പ്രതികരിച്ചു. തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ഓഫീസിൽ നടന്നത്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യം ചോദിച്ചു. രണ്ടാം വട്ടം വീണ്ടും കോട്ടയത്തേക്ക് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വോട്ട് തേടി എത്തുകയാണ്. എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് തുടക്കം? 33ാമത്തെ വർഷമാണ് വീണ്ടും ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിലും 2 ചിഹ്നത്തിലാണ് മത്സരിച്ചത്. 8ാമത്തെ തെരഞ്ഞെടുപ്പിനും 2 ചിഹ്നത്തിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഞാനതിനെ കാണുന്നു. ആ അംഗീകാരം തീർച്ചയായും ജനങ്ങളുടെ അംഗീകാരമായി മാറും. അത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ അംഗീകാരം ലഭിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്തെ ഒരു UDFിൻ്റെ കോട്ട എന്നൊക്കെയാണ് അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ വിശേഷിപ്പിച്ചു. കഴിഞ്ഞ തവണ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇത്തവണ LDFിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് വിജയമുണ്ടായിട്ടുള്ളത്. ആ വിജയം തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതിന് ഒരു മുന്നേ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം? പാർട്ടി തീരുമാനിച്ചു. പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു. എന്തായാലും ഇത് തന്നെയാണ്, തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മുന്നണി മാറ്റം ഒരു തരത്തിലും തൻ്റെ വിജയത്തെ ബാധിക്കത്തില്ല എന്നും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ വോട്ടായി തിരികെ നൽകുമെന്നുള്ളതാണ് തോമസ് ചാഴിക്കാടൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നമുക്കിവിടെ കാണാൻ ചെറിയ ചുവരെഴുത്തുകളൊക്കെ തന്നെ ആരംഭിച്ചു. വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങളുമായി പോവുകയാണ്. LDFിൻ്റെ മുഴുവൻ സംവിധാനവും ഇനിയുള്ള ദിവസങ്ങളിൽ കോട്ടയത്ത് ചാഴിക്കാടൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും LDF ഒരുപടി മുന്നേ കോട്ടയത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുകയാണ്. ക്യാമറമാൻ P. ശശികാന്തിനൊപ്പം അങ്കുഷ് കുമാർ, അമൃത ന്യൂസ്, കോട്ടയം.